നല്ല മഴയായത് കാരണം പല പൂക്കളും പ്രഭാതം കാണുന്നേ ഉണ്ടാവില്ല. അതിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ ഒരു 10 മണി ചെടി എന്ന് പറയുന്നത്. 10 മണി എന്ന് ആ ഒരു സമയത്താണ് സാധാരണയായി വിടരുന്നതെങ്കിലും ഈ ഒരു മഴക്കാലത്ത് എപ്പോഴാണ് വെയിലുദിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ മഴ മാറി നിൽക്കുന്നത്, ആ ഒരു സമയത്തായിരിക്കും അവ വിടർന്ന് നിൽക്കുന്നത്. അതുവരെ ഇങ്ങനെ കൂമ്പി നിൽക്കും, വിടരാതെ ഇങ്ങനെ കൂമ്പി നിൽക്കും. എന്തെങ്കിലും മഴയത്ത് ഈ ചെടി നല്ല പൂക്കളോടെ, വലിപ്പമുള്ള പൂക്കളോടെ വിടരും. മഴ കുറച്ച് മാറിയ സമയത്താണെങ്കിലും നല്ല വലിപ്പത്തിൽ ഉണ്ടാവും. മഴക്കാലത്ത് വേനൽക്കാലത്തേക്കാളും നല്ല വലിപ്പത്തിൽ മഴക്കാലത്ത് ആ മഴ മാറുന്ന സമയത്ത് നല്ല പൂക്കളോടെ വിടരും. അപ്പോൾ നമുക്ക് 10 മണിപ്പൂക്കൾ മഴയത്ത് നടാതിരിക്കേണ്ട, മഴയത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ ആണ് കൂടുതലുണ്ടാകുന്നത്. എല്ലാ ദിവസവും ഇപ്പോൾ മഴ ഉണ്ടാവില്ലല്ലോ. ചിലപ്പോൾ മഴ മാറിക്കിട്ടുന്ന സമയത്ത് അവയുടെ ഭംഗി കുറച്ച് അധികം തന്നെയാണ്. അപ്പോൾ കുറച്ച് പയർ കറിക്കെടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള ഒരവസ്ഥ പറിക്കാതിരിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ചീഞ്ഞ് നാശമായിട്ടുണ്ട്. പിന്നെ ഇവിടെ വൈകിട്ടാകുമ്പോൾ കുറേ പക്ഷികളിങ്ങനെ വരും. അവ ഇങ്ങനെ കുത്തിയെടുത്ത് ഇങ്ങനെ തിന്നും. ഇതിൻ്റെ വിത്തെല്ലാം തിന്നും. അതുകൊണ്ടാണ് ചിലതിലിങ്ങനെ മണിയൊന്നുമില്ലാതെ ഇങ്ങനെ, മണിയൊന്നുമില്ല, അതിൻ്റെ ചൂളി മാത്രം ഉണ്ടാവും, ഇങ്ങനെ എല്ലാം തിന്നുകളയും. അപ്പോൾ എല്ലാ പൂക്കളും, ഏത് പൂക്കളും മനോഹരമല്ലാത്ത ഒരു ചെടിയുടെ പൂക്കളും ഇല്ല അല്ലേ. അപ്പോൾ ഈ വെണ്ടയുടെ ഈ പൂക്കൾ വിടർന്നത് കണ്ടോ. മഴയാണെങ്കിലും വെയിലാണെങ്കിലും വെണ്ടയ്ക്ക് ഒരു ഇതുമില്ല, പൂത്ത് നിൽക്കാൻ. ആ തൻ്റെ പൂവ് കൊണ്ട് ഇങ്ങനെ മനോഹരമായ കാഴ്ച ഒരുക്കി നിൽക്കുകയാണ് ആ വെണ്ട. നല്ലൊരു പൂവാണ് അതിൻ്റെ കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.